ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തെലുങ്ക് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് തെലുങ്ക് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ തെലുങ്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിയില്ല സൂത്രത്തോടെ സ്പോക്കൺ തെലുങ്ക്. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകളിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി തെലുങ്കിൽ പറയുന്നത് എങ്ങനെ? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി എങ്ങനെയാണ് തെലുങ്കിൽ പറയുന്നത്? ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി ഇതിനു മുമ്പുള്ള പാഠങ്ങളിൽ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ ദിവസവും എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതിനാൽ ഇപ്പോൾ ആ ചെയ്യാൻ സാധിക്കാത്ത ജോലികളെ പറ്റി തെലുങ്കിൽ എങ്ങനെ പറയാമെന്നത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിയില്ല സൂത്രം. എന്ത് സൂത്രം? കഴിയില്ല. കഴിയില്ല സൂത്രം വാക്യത്തിൽ കഴിയില്ല എന്ന് വരുമ്പോൾ അത് തന്നെ പോകാൻ കഴിയില്ല, വായിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, പാടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ലേനു എന്ന പദം ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. പോകുക എന്നാൽ തെലുങ്കിൽ വെള്ളു, വായിക്കുക എന്നാൽ തെലുങ്കിൽ ചതവു, പഠിക്കുക എന്നാൽ തെലുങ്കിൽ നെർച്ചുക്കോ, പാടുക എന്നാൽ തെലുങ്കിൽ പാടു, സംസാരിക്കുക എന്നാൽ തെലുങ്കിൽ മാట్లాടു. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. വെള്ളു പ്ലസ്, ചതവു പ്ലസ്, നെർച്ചുക്കോ പ്ലസ്, പാടു പ്ലസ്, മാట్లాടു പ്ലസ് ലേനു എന്നാൽ എന്താണ് വരിക എന്ന് നോക്കാം. വെള്ളു പ്ലസ് ലേനു എന്നാൽ വെള്ളലേനു. ചതവു പ്ലസ് ലേനു എന്നാൽ ചതവലേനു. നെർച്ചുക്കോ പ്ലസ് ലേനു എന്നാൽ നെർച്ചുക്കൊലേനു. പാടു പ്ലസ് ലേനു എന്നാൽ പാടലേനു. മാట్లాടു പ്ലസ് ലേനു എന്നാൽ മാట్లాടലേനു. വെള്ളലേനു എന്നാൽ മലയാളത്തിൽ പോകാൻ കഴിയില്ല. ചതവലേനു എന്നാൽ മലയാളത്തിൽ വായിക്കാൻ കഴിയില്ല. നെർച്ചുക്കൊല്ലേനു എന്നാൽ മലയാളത്തിൽ പഠിക്കാൻ കഴിയില്ല. പാടലേനു എന്നാൽ മലയാളത്തിൽ പാടാൻ കഴിയില്ല. മാట్లాടലേനു എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ല. വളരെ എളുപ്പമാണ്. ഇപ്പോൾ എവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നേനു വെള്ളനേനു എന്നാൽ എനിക്ക് പോകാൻ കഴിയില്ല. നേനു ചതവലേനു എന്നാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. നേനു നെർച്ചുക്കൊല്ലോനു എന്നാൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല. നേനു പാടലേനു എന്നാൽ എനിക്ക് പാടാൻ കഴിയില്ല. നേനു മാట్లాടലേനു എന്നാൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ നേനു വെള്ളനേനു. എനിക്ക് എന്നാൽ നേനു, പോകാൻ എന്നാൽ വെള്ള, കഴിയില്ല എന്നാൽ ലേനു. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ നേനു വെള്ളലേനു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവാ? എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് വായിക്കാൻ കഴിയില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് എന്നാൽ നേനു, കഴിയില്ല എന്നാൽ ലേനു. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു വെള്ളലേനു. എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു ചതവലേനു. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു നെർച്ചുക്കൊല്ലേനു. എനിക്ക് പാടാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു പാടലേനു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു മാట్లాడలేను. പ്രയാസമൊന്നുമില്ല.
എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, തെലുങ്കിൽ. ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? എനിക്ക് കഴിക്കാൻ കഴിയില്ല, എനിക്ക് കാണാൻ കഴിയില്ല, എനിക്ക് കെട്ടാൻ കഴിയില്ല, എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല. എനിക്ക് എന്നാൽ നേനു, കഴിയില്ല എന്നാൽ ലേനു. എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ నేను తినలేను. എനിക്ക് കാണാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ నేను చూడలేను. എനിക്ക് കെട്ടാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ నేను చెల్లించలేను. എനിക്ക് എഴുതാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ నేను వ్రాయలేను. എനിക്ക് നടക്കാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ నేను నడవలేను. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, തെലുങ്കിൽ. ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏവ? എനിക്ക് പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങളാൽ പോകാൻ കഴിയില്ല, അവനാൽ പോകാൻ കഴിയില്ല, അവളാൽ പോകാൻ കഴിയില്ല, അവരാൽ പോകാൻ കഴിയില്ല. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരിയായ തെലുങ്കിൽ എനിക്ക് എന്നാൽ നാവല്ല, നേനു എന്നാൽ ഞാൻ. എന്നാൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എനിക്ക് എന്നാൽ നേനു, അതിൽ തെറ്റില്ല. പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേനു, എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ നേനു വെള്ളലേനു. അതേപോലെ ഞങ്ങൾക്ക് എന്നാൽ മാവല്ല, ഞങ്ങൾ എന്നാൽ മേമു. നമ്മുടെ സൗകര്യത്തിന് പഠിക്കാൻ എളുപ്പത്തിനും വേണ്ടി ഞങ്ങൾക്ക് എന്നാൽ മേമു, പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേമു. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ മേമു വെള്ളലേമു. അതേപോലെ നിങ്ങളാൽ എന്നാൽ കൃത്യമായ തെലുങ്കിൽ മീവല്ല. ഇവിടെ നമുക്ക് പഠിക്കാനായി തെറ്റില്ലാതെ നിങ്ങളാൽ എന്നാൽ മീറു, പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേറു. നിങ്ങളാൽ പോകാൻ കഴിയില്ല എന്നാൽ മീറു വെള്ളലേറു. അതേപോലെ അവനാൽ എന്നാൽ ശരിയായ തെലുങ്കിൽ അതനുമല്ല. ഇവിടെ പഠിക്കാനുള്ള സൗകര്യാർത്ഥം അവനാൽ എന്നാൽ അതണു, പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേടു. അവനാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ അതണു വെള്ളലേടു. അവളാൽ എന്നാൽ കൃത്യമായ തെലുങ്കിൽ ആമേവല്ല. അവൾ എന്നാൽ ആമേ. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനായി തെറ്റില്ലാതെ അവളാൽ എന്നാൽ ആമേ എന്നും ഉപയോഗിക്കാം. പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേതു. അവളാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ ആമേ വെള്ളലേതു. അതേപോലെ കൃത്യമായ തെലുങ്കിൽ അവരാൽ എന്നാൽ വാരിവല്ല, അവർ എന്നാൽ വാറു. നമ്മുടെ സൗകര്യാർത്ഥം തെറ്റില്ലാതെ അവരാൽ എന്നാൽ വാറു എന്ന് വയ്ക്കാം. പോകാൻ കഴിയില്ല എന്നാൽ വെള്ളലേറു. അവരാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ വാറു വെള്ളലേറു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ നേനു വെള്ളലേനു. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ മേമു വെള്ളലേമു.
നിങ്ങളാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ మీరు వెళ్ళలేరు. അവനാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ അతను వెళ్ళలేడు. അവളാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ ആమె వెళ్ళలేదు. അവരാൽ പോകാൻ കഴിയില്ല എന്നാൽ തെലുങ്കിൽ വാరు వెళ్ళలేరు. മലയാളത്തിൽ കഴിയില്ല എന്ന പദം തന്നെ കർത്താവ് ഏതായാലും വരുന്നു. തെലുങ്കിൽ കർത്താവ് മാറുന്നതിനനുസരിച്ച് ആ ക്രിയാപദത്തിനും ചെറിയ ഒരു മാറ്റം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് തെലുങ്കിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിനാലാണ് സുന്ദര തെലുങ്ക് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ലേനു സൂത്രത്തിന്റെ സഹായത്തോടെ തമിഴിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ലേനു സൂത്രം വഴിയായി തെലുങ്കിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ലേനു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,